ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം പെർമിഷൻസ് സ്റ്റോറേജ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടുന്ന് സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സിൽ സെർച്ച് ചെയ്തതിന് ശേഷം സെറ്റിംഗ്സ് എടുക്കാൻ താഴെ പോയി കഴിഞ്ഞാൽ സെറ്റിംഗ്സ് കാണാൻ സെറ്റിംഗ്സ് ഇൻഫർമേഷൻ ഇതിലേക്ക് പോയി കുറച്ച് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ സെറ്റിംഗ്സ് ആപ്പ് ഇവിടെ കാണാം. ഇതിൽ ഓപ്പൺ ഞങ്ങൾ സെറ്റിംഗ്സ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇത് ആൻഡ്രോയിഡ് ഏത് വേർഷനാണെന്നുള്ളതൊന്ന് സെർച്ച് ചെയ്യാൻ നോക്കുക. ആൻഡ്രോയിഡ് 10 ആണ് വേർഷൻ വരുന്നത്. അപ്പോൾ ഒന്ന് ബാക്കിലോട്ട് പോയതിന് ശേഷം ഇവിടെ നിന്ന് ബാക്കോട്ട് പോവുക. സെറ്റിംഗ്സ് ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മുടെ ആപ്സ് എടുക്കുക. ആപ്സിൽ ക്രോം ബ്രൗസർ വരുന്നുണ്ട്. ക്രോം ബ്രൗസർ എടുത്തതിന് ശേഷം ജസ്റ്റ് ഓപ്പൺ കൊടുക്കുക. ആക്റ്റീവ് എടുക്കുക. നോ താങ്ക്സ്. FRP ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കുക. FRP ആഡ്രോം എന്ന് കയറിയതിന് ശേഷം ഇതിൽ ആൻഡ്രോയിഡ് 10 വേർഷൻ്റെ FRP ആൻഡ്രോയിഡ് 7 വരെ ഉള്ളതിൽ ആൻഡ്രോയിഡ് 8, 9, 10 JSON ഫയൽ ഡൗൺലോഡ് ചെയ്യാം. നെക്സ്റ്റ് ക്ലോസ് ചെയ്യാം. ഡൗൺലോഡ് കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് വേണ്ട ഇതിൽ FRP സെറ്റിംഗ്സ് FRP ബൈപ്പാസ് ക്ലിക്ക് ചെയ്യാം. നോട്ട് ഓർഗനൈസേഷൻ ഡൗൺലോഡ് ക്ലോസ് ചെയ്യാം. ഡൗൺലോഡിൽ സെറ്റിംഗ്സിൽ ഒന്ന് ബാക്ക് വന്നതിന് ശേഷം നമുക്ക് ബാക്കിലോട്ട് വരാം. എന്നിട്ട് അക്കൗണ്ടിൻ്റെ അവിടെ വന്നിട്ടുണ്ട് ഗൂഗിൾ. ഇനി ഇവിടെ വന്നതിന് ശേഷം ഈ ആപ്സ് അൺഇൻസ്റ്റാൾ ചെയ്യണം. താൽക്കാനുള്ളത് അൺഇൻസ്റ്റാൾ ചെയ്യാം. അതുപോലെ തന്നെ ഗൂഗിൾ അക്കൗണ്ട് മാനേജർ വീണ്ടും അൺഇൻസ്റ്റാൾ ചെയ്യാം. ബാക്ക് വന്നിട്ട് നമ്മുടെ അക്കൗണ്ട് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇടണം. ഇനി ബാക്കിലോട്ട് തന്നെ പോകാം. ഫുള്ളായിട്ട് ബാക്കിലോട്ട് പോയതിന് ശേഷം സ്റ്റാർട്ട് കൊടുക്കാം. കോപ്പി മാർക്കല്ല റെഡി ടു ആക്റ്റീവ്. നെക്സ്റ്റ് പോവാം. നെക്സ്റ്റ് എടുക്കാം. സ്കിപ്പ് ഡോക്യുമെന്റ് സർവീസ് എഗ്രി കൊടുക്കാതെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ടൈപ്പിംഗ് വെച്ചിട്ട് സ്കിപ്പ് കൊടുക്കുക. ഫോണ് ഓണാക്കണ്ട്. ലൈറ്റർ ഒക്കെ സെറ്റ് കഴിഞ്ഞ് നമ്മൾ ഫോണ് ടോട്ടലായിട്ട് ഓണാക്കണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഐഫോൺ ഷോപ്പിൽ നമുക്ക് കൊടുക്കാതെ സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്ന വളരെ കുറവാണ്.
സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ ഓക്കെ. അപ്പോൾ അതിന് ശേഷം സെറ്റിങ്സ് എടുത്തിട്ട് നമ്മൾ ഗൂഗിൾ അക്കൗണ്ട് ഇവിടെ മുന്നേ ആഡ് ചെയ്തിട്ടുള്ള റിമൂവ് ചെയ്യുകയും ചെയ്യാം. അവിടെ ചെന്നിട്ട് നമുക്ക് റിമൂവ് ചെയ്യാം. അക്കൗണ്ട് എമോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അക്കൗണ്ട് ടോട്ടലി നമുക്ക് റിമൂവ് ചെയ്ത് നമ്മളുടെ ജിമെയിൽ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്.